മ്യൂസിക് മൊമെന്റ്സ് ഉള്ള പ്രോഗ്രാമാണ് ചെയ്യുന്നതെങ്കിലും നീ ഒരു 4 കുറി ഇടുന്നതാണ് എൻ്റെ എപ്പോഴും മനസ്സിലുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഗുണാനിധി സാർ ചോദിക്കും, എന്നാമാ നിങ്ങൾ കോമ്പിയർ വന്ന് മുരുകസ്വാമിയാന്ന് ചോദിച്ചിട്ടുണ്ട്. വിക്രമിന്റെ നമ്മൾ രണ്ടും കൂടെ പോയി നമ്മൾ ഒരിക്കലും ഒരു തവണത്തെ വിക്രമിന്റെ നമ്മൾ ഒരുമിച്ച് ചെന്നൈ പോയി. ചാനലിലൂടെ വന്നിട്ട് നമ്മുടെ കൂടെ ജയസൂര്യ വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് കുട്ടിക്കൽ ജയചന്ദ്രൻ. ലതികാന്റിയായിട്ട് റിലേഷനും ഉണ്ട്. എൻ്റെ അമ്മയുടെ കസിന്റെ മകളാണ് പാർവതി. കിരൺ ടിവിയിലാണ് അവൾ ആദ്യമായിട്ട് വരുന്നത്. ഇവരെല്ലാരും ആയിരുന്നു ഞങ്ങളെയൊക്കെ സൃഷ്ടിച്ചു കൊണ്ടുവന്ന ആൾക്കാർ. ഞാൻ അങ്ങനെ റിഗ്രറ്റ് ചെയ്യുന്ന ആളല്ല. കാരണം ചെയ്യുന്ന സമയത്ത് ചെയ്തു. കാരണം ഇത് എന്നും പെർമനന്റ് അല്ല എന്നുള്ള ഫീൽ എനിക്ക് എന്നും അറിയാം. ഒരു കാലം കഴിയുമ്പോൾ ഐഡിയാസ് പുതിയത് വരണ്ടേ, പുതിയ ജനറേഷൻ വരുന്നു, പുതിയ ഐഡിയാസ് വരുന്നു. അതുകൊണ്ടൊന്നും അല്ല ഞാൻ മാറിയത്. വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി പോകാൻ വയ്യാത്തതുകൊണ്ട് തന്നെയാണ് മാറിയത്. ഞാൻ ആദ്യം ചെയ്ത ട്രിപ്പ് ചാർധാമാണ്. ചാർധാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിമാലയത്തിലുള്ള ഗംഗോത്രി, യമുനോത്രി, കേദാർ, ബദ്രി, അതാണ് ഞാൻ തനിച്ച് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹിമാലയൻ ബഗ് നമ്മളെ കടിച്ചു. അത് പിന്നെയും 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 പോകാൻ തോന്നുന്നു. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. രാവിലെ ആകുമ്പോഴത്തേക്ക് എല്ലാം ഭക്തിമാർഗം, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഷോപ്പിംഗ്, അടിച്ചുപൊളി. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. ഹലോ, മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സല്ലാപത്തിലേക്ക് സ്വാഗതം. മൈൽസ്റ്റോൺ ഇവന്റ്സ് പ്രസന്റ് സല്ലാപത്തിൽ ഇന്ന് എൻ്റെ ഒപ്പം സല്ലപിക്കുന്നത് എനിക്ക് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് പലപ്പോഴും പറയും, അന്ന് മുതലേ രമ്യ ചെയ്ത ഷോ ഇല്ലേ, മ്യൂസിക് മൊമെന്റ്സ് ഇല്ലേ എന്നൊക്കെ എല്ലാവരും പറയും. ആ മ്യൂസിക് മൊമെന്റ്സ് എന്ന് പറഞ്ഞ ഷോയ്ക്ക് ജന്മം കൊടുത്ത ആള് ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിന്റെ അതിന്റെ ഒരു ഭാഗം എല്ലാമായ ലതികാന്റി, സ്വീറ്റ് ലതികാന്റിയാണ് ഇന്ന് എന്നോടൊപ്പം സല്ലപിക്കാൻ വന്നിരിക്കുന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മള് തമ്മിൽ ഇങ്ങനെ ഇരുന്ന് ഒരു ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ഞാനും ലതികാന്റി എത്ര വർഷമാണ്, 4-4.5 വർഷം ഒരേ മ്യൂസിക് മൊമെന്റ്സ് ഷോ ചെയ്ത് ഞങ്ങൾ അങ്ങനെ സല്ലപിച്ചോണ്ടേ ഇരുന്നിട്ടുണ്ട്. ഇന്ന് ഇതിപ്പോ കുറച്ചും കൂടെ ഫോർമൽ ആയിട്ട് ഇങ്ങനെ എല്ലാവർക്കും അത് തന്നെയാണ് ഇഷ്ടം. ഏറ്റവും ഇതിനകത്തൊരു സർപ്രൈസിങ് ഇതെന്ന് പറയണത്, അപ്പൂസ് എല്ലാം അറേഞ്ച് ചെയ്യുന്ന ആള് ഇന്ന് എന്നോട് സല്ലപിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഈ സ്പെഷ്യൽ ആളാന്ന് എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. ഒരു ടോട്ടൽ സർപ്രൈസ് തന്നെയായിരുന്നു എനിക്ക്. എന്തായാലും ആ ഒരു എക്സൈറ്റ്മെന്റ് എന്റെ ഉള്ളിൽ വല്ലാണ്ട് സ്റ്റിൽ ഉണ്ട്. ലതികാന്റിനെ കണ്ടിട്ട് കുറച്ച് നേരമായി, പക്ഷെ ബട്ട് സ്റ്റിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളിൽ നിൽക്കുന്നു. എനിക്ക് ആദ്യമേ എനിക്കറിയാലോ ഈ പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുണ്ട്, നീ പല ഇന്റർവ്യൂ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കണ്ടതുകൊണ്ട് ഇതാണ് ആളെന്നുള്ള എനിക്കറിയാലോ. അപ്പൊ പറഞ്ഞു ഇങ്ങനെ രമ്യയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് സർപ്രൈസ് ഇല്ല. പക്ഷെ നിന്റെ സർപ്രൈസ് എനിക്ക് ഭയങ്കര അതിപ്പോഴും ഉണ്ടല്ലോ ആ മുഖത്ത്, അത് കാണാനുണ്ട് മുഖത്ത്. ലതികാന്റി അന്ന് എന്നെ നന്നായിട്ട് അന്ന് മുതലേ അറിയാം. ആ ഒരു എന്നിൽ നിന്നും ഇപ്പൊ എന്റെ ഷോസും കാര്യങ്ങളും ഇപ്പൊ എന്നെ കാണുമ്പോൾ എന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിന്റെ ഡ്രസ്സിങ്ങിൽ കുറേ ചേഞ്ച് വന്നിട്ടുണ്ട്. കാരണം പണ്ട് നീ ഇങ്ങനെ വളരെ ഭക്തിപൂർവ്വമായിട്ട് മ്യൂസിക് മൊമെന്റ്സ് ഉള്ള പ്രോഗ്രാമാണ് ചെയ്യുന്നതെങ്കിലും നീ ഒരു 4 കുറി ഇടുന്നതാണ് എൻ്റെ എപ്പോഴും മനസ്സിലുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഗുണാനിധി സാർ ചോദിക്കും, എന്നാമാ നിങ്ങൾ കോമ്പിയർ വന്ന് മുരുകസ്വാമിയാന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് എന്റെ അടുത്ത് ഒന്ന് ചോദിക്കണത്. അതെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വലിയ ചേഞ്ച് ഒന്നും ഇല്ല. നീ അതുപോലെ തന്നെ അത്ര തന്നെ പ്രിറ്റിയായിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട്. അത് കറക്റ്റ് ആണ് കേട്ടോ, ചുമ്മാ പറയല്ല, ഫ്ലാറ്ററി അല്ല. ഓൺലി തിങ് ഡ്രസ്സിങ്ങിൽ കുറെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇന്റർവ്യൂസ് കാണുമ്പോൾ ഉള്ളത് ആ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ മ്യൂസിക്കാണ്. അപ്പൊ അതിൽ നമ്മൾ ഫോൺ ഇൻ പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അതിൽ നീ സംസാരിക്കുന്ന അവരുമായിട്ട് നല്ലൊരു അവരെ വളരെ എന്താ പറയുക, ഈ പ്രോഗ്രാം വിളിക്കുന്ന ആൾക്കാരെ വളരെ കംഫർട്ടബിളാക്കി അവരുടെ പാട്ട് ഇഷ്ടമൊക്കെ ചോദിച്ച്, എന്തിനാണ് ആ പാട്ട് ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ ചോദിച്ച്, നിനക്ക് ഓർമ്മയുണ്ടോ? പിന്നെ ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെയാണ് പാട്ടിലോട്ട് വരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ ഇന്റർവ്യൂസ് അവിടെ ചെയ്തിട്ടുണ്ട്, കുറെ ഇന്റർവ്യൂസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? വിക്രമിന്റെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പല വലിയ സ്റ്റാർസിന്റെ ഒക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഞാനല്ല ചെയ്തത്, വിക്രമിന്റെ നമ്മൾ രണ്ടും കൂടെ പോയി. നമ്മൾ ഒരിക്കലും ഒരു തവണത്തെ വിക്രമിന്റെ നമ്മൾ ഒരുമിച്ച് ചെന്നൈ പോയി, പിന്നെ സർഗച്ചേന്റെ കൂടെ പോയി, പിന്നെ അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോരോ പ്രൊഡ്യൂസേഴ്സ് മാറി വരും. അപ്പൊ അവിടെ മ്യൂസിക് മൊമെന്റ്സിന്റെ
സ്റ്റാർ ആണ്, പക്ഷെ പല ഇന്റർവ്യൂസും അവിടെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ കാണുന്ന ഇന്റർവ്യൂവിൽ നീ കുറെ കൂടെ മെച്ചുവർ ആയിട്ടുള്ള ഒരു അപ്രോച്ച് കാണുന്നുണ്ട്. അതെന്റെ പ്രായം, ഞാനും കുറച്ച് അതെ, അപ്പോസിന് ഒരു ക്രെഡിറ്റും ഇല്ല, അപ്പോസിന് ഒരു ക്രെഡിറ്റും ഇല്ല കേട്ടോ. അവിടെ നിന്നാ മതി. അപ്പോസ് കാരണം പക്ഷേ നിനക്ക് സർപ്രൈസ് തന്നതിൽ നമുക്ക് അപ്പൂസിന് പറഞ്ഞേ പറ്റൂ. അതെ, എനിക്ക് അപ്പൂസിനോട് ഒരുപാട് സ്നേഹമുണ്ട്. ഞാൻ ഇത്രയും നേരം എന്നോട് എന്തൊക്കെ പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്നറിയാം. ഭയങ്കര ഹാർട്ട് ഫെൽ, ഭയങ്കര എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് ഈ സന്തോഷം എത്രയും പെട്ടെന്ന് പറയണം, അത്രയും സന്തോഷമുണ്ട് ശരിക്കും. താങ്ക് യു. ഓക്കെ ലതി ആന്റി, എന്തുകൊണ്ട് അന്ന് എന്നെ മ്യൂസിക് മൊമെന്റ്സിലേക്ക് വിളിച്ചേ? ഞാൻ ചെയ്യുന്നതിന് മുമ്പേ മ്യൂസിക് മൊമെന്റ്സ് വേറെ 2 കുട്ടികൾ ആക്ട് ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷമാണ് നിങ്ങൾ, സിന്ധു ചേച്ചിയാണ് എന്നെ എന്നും വിളിച്ചത്, എനിക്ക് ഓർമ്മയുണ്ട് ആദ്യമായിട്ട്. അപ്പൊ എന്നെ ആ ഷോയിലേക്ക്, ഞാൻ അന്നേരം ഏഷ്യാനെറ്റിൽ വാൽക്കണ്ണാടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താ, അവിടുന്ന് എന്ത് തോന്നിയിട്ടാ ഞാൻ ആ ഷോയ്ക്ക് ആപ്റ്റ് ആവുന്നത്? നമുക്കൊരു ഓരോ കുട്ടികളും വരുമ്പോൾ എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട് ആൻഡ് അതെങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് 1-2 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. മ്യൂസിക് മൊമെന്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, അത് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. ഫോൺ ഇൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഒരു സെമി ലൈവ് പോലെയാണ്. കാരണം കോള് നമുക്ക് രണ്ടാമത് എടുക്കാൻ ഒക്കില്ല. കാരണം അവർ രണ്ടാമത് ഒന്നും കൂടെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുന്നത് അവരോട് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അത് ലൈവായിട്ട് നല്ല പ്ലസന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റണം. അവരുടെ അടുത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റണം. ചിലവർ കോള് കിട്ടുമ്പോൾ വിളിക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലവർ വിളിക്കുമ്പോൾ എന്ത് പിന്നെ പറയണമെന്ന് അറിഞ്ഞൂടാ അവർക്ക്. പിന്നെ അത് നീ വളരെ കംഫർട്ടബിൾ ആക്കും അവരെ, അങ്ങനെയൊക്കെ ആക്കും. പിന്നെ പാട്ടിനെ പറ്റി കുറച്ച് ജ്ഞാനം വേണം, വിവരം വേണം, പറയാനുള്ള കാര്യങ്ങൾ കുറേ നമ്മൾ അതിനിടയ്ക്ക് കുറച്ച് അവരുടെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിച്ച് വരുമ്പോഴത്തേക്ക് അവരെ കംഫർട്ടബിൾ ആക്കി നീ പാട്ടിലോട്ട് കൊണ്ടുവരും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം. അപ്പം എന്തൊക്കെ ഇത് വേണം? കാണാൻ നന്നായിരിക്കണം, നല്ല സുന്ദരിയായിരിക്കണം, ആൾക്കാർക്ക് കണ്ടോണ്ടിരിക്കണ്ടേ, അതായിരിക്കണം. നല്ല ശബ്ദമായിരിക്കണം, പിന്നെ പ്രസന്റിങ് നല്ലതായിരിക്കണം. ആൻഡ് മോർ ഓവർ വീട്ടിലൊരു കുട്ടിയാണെന്നുള്ള തോന്നലും വേണം. അപ്പൊ അവർക്കൊരു കംഫർട്ടബിൾ സോണിലേക്ക് അവർ വരുത്താൻ പറ്റും. അപ്പൊ ഇതൊക്കെ ചേർന്ന് നിന്നെ കിട്ടിയപ്പോ പിന്നെ വിട്ടില്ല എന്നുള്ളതാണ്. എന്നെ അങ്ങനെ ഒരു 4-4.5 കൊല്ലം എന്നെ സഹിച്ചു. എന്റെ കല്യാണമായി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഞാൻ പോകുന്നതിന് മുമ്പ് എന്നോട് പറയാ, നിനക്ക് കല്യാണമൊക്കെ ഇല്ല, അപ്പൊ നീ നിർത്തുവല്ലേ, എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അതെ. പക്ഷെ പിന്നെ അതിനുശേഷം ആ പ്രോഗ്രാം ചെയ്തുമില്ല. നീ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ പിന്നെ ഞാനതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ മ്യൂസിക് മൊമെന്റ്സ് ചെയ്തില്ല, പക്ഷെ വേറൊരു പ്രോഗ്രാം വേറെ ലെവലിലോട്ടുള്ള വേറെ മാതിരിയുള്ള പ്രോഗ്രാം ചെയ്തു. അപ്പൊ എന്നെ ഞാൻ ആക്കിയതിന്റെ വലിയൊരു ഭാഗമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. അതേപോലെ തന്നെ എന്നെ പോലെ തന്നെ എത്രയോ ആർട്ടിസ്റ്റ്, എത്രയോ ആങ്കേഴ്സ് ആണ്, അല്ലെങ്കിൽ എത്രയോ കുട്ടികളാണ് ചാനൽ ത്രൂ സിനിമയിലേക്ക് വന്നത്. അതിന്റെ ഒരുപാട് പേരുടെ, ലതികാന്റിക്ക് തന്നെ പറയാൻ ഒരുപാട് പേരുണ്ടാവും അല്ലേ? ഒരുപാട് പേര്. കാരണം നമ്മുടെ ചാനൽ മാത്രമല്ല, നമ്മുടെ ചാനലിൽ കൂടെ വന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതുപോരാതെ മറ്റുള്ള ചാനൽസ് തന്നെ, ഞാൻ മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇത്. അന്ന് സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ലല്ലോ. ഇല്ല. അന്ന് ആരും എന്നും നമ്മൾ ന്യൂസ് കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരം മ്യൂസിക് പ്രോഗ്രാംസ്, ഈ പാട്ടുകളൊക്കെ കേൾക്കുന്നല്ലാതെ ഇങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് ഇപ്പം ഒരുപാട് യങ്സ്റ്റേഴ്സ് അവരവരുടെ ചാനൽ തുടങ്ങി ഒരുപാട് എക്സ്പോഷർ കിട്ടുന്നുണ്ട്. മറന്നുപോയി എന്ന് നമ്മൾ കരുതുന്ന എന്നെ പോലെയുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ കാരണമാണ് അത് ഇന്റർവ്യൂവിൽ കൂടെ ആൾക്കാർക്ക് അറിയുന്നത്. പിന്നെ മാത്രമല്ല, നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹൈൻഡ് ദ സ്ക്രീനാണ്, ബിഹൈൻഡ് ദ ക്യാമറ ആക്ച്വലി. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർക്കറിയില്ല. ഒരു പ്രോഗ്രാം വരുമ്പോൾ കോമ്പയറിനെ കാണും, അതിൻ്റെ പിറകെയുള്ള എഫേർട്ട് എത്രയാണ്, ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ആക്ച്വലി ദേ വോണ്ട് എന്റർടൈൻമെന്റ്, എന്തിനാ കഥകൾ അറിയുന്നത്. പക്ഷേ നമ്മളൊക്കെ അതിൻ്റെ ബാക്കിലിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കുറേ നിങ്ങൾ ഫ്രണ്ടിൽ കൊണ്ടുവരുന്നതുകൊണ്ട് എനിവേ താങ്ക്സ് ടു യുവർ മീഡിയ. ലതികാന്റി ഇപ്പൊ ഒരു ഇന്റർവ്യൂ കൊടുത്തല്ലോ വേറൊരു ചാനലിൽ. അന്ന് ആ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞിട്ട് അതിന്റെ അടിയിൽ വന്ന കമന്റ്സും അതിനടിയിലൊക്കെ വന്നത് എന്തൊക്കെയാന്ന് വായിച്ചോ? കുറച്ചൊക്കെ വായിച്ചു, കുറച്ച് വായിച്ചു. കാരണം എനിക്ക് എന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവർക്ക് അയച്ചവർക്ക് അല്ലെങ്കിൽ എന്നെ ടാഗ് ചെയ്തവരുടെ അതെല്ലാം അറിയാനൊക്കെയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ വളരെ നല്ല, എന്താ പറയുക, എനിക്ക് വളരെ പ്രചോദനം തരുന്ന ചിലത് കിട്ടി. പക്ഷെ ഇന്റർവ്യൂ കൊടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം നമുക്കൊന്നും അത്ര വലിയൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല ഇതിനകത്ത് നിന്നിട്ടുള്ളതും. പിന്നെ അല്ലാതെ നമ്മുടെ ട്രാവലിൻ്റെത് ഇങ്ങനത്തെ ഒക്കെ പറയാമെന്നല്ല, അതൊക്കെ ഞാൻ ഒരുവിധം പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ, ആ ഒരു എക്സ്പോഷറാണ് ഇപ്പൊ ഇതിൽ കൂടെ കിട്ടുന്നത്. ഞാൻ പറയില്ല, താങ്ക്ഫുൾ ആണ്. അതില് അന്ന് അവർ പറഞ്ഞതിനകത്തുണ്ടായിരുന്നു, എത്ര നല്ല ഭംഗിയായിട്ടാണ് സംസാരിക്കുന്നത്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇന്റർവ്യൂ നിങ്ങൾ എടുക്കൂ, എപ്പോഴും നിങ്ങൾ സെലിബ്രിറ്റീസിന്റെ മാത്രം എടുക്കല്ലേ, ഇങ്ങനെയുള്ള ആൾക്കാരുടെയും കൂടെ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള എത്ര സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, അപ്പൊ അവരുടെയും കൂടെ കഥകളൊക്കെ ഞങ്ങളിലേക്ക് എത്തിക്കൂ എന്ന് പറഞ്ഞു.
അതാണ് അപ്പൂസിന് ഇങ്ങനെ ഒരു തോട്ട് വരാൻ കാരണം വലിയ കഥയൊന്നും ഇല്ല, ഏയ്. പറയാൻ മാത്രം വലിയ കഥകളൊന്നും ഇല്ല. ഉണ്ട്. എന്നാലും എനിക്കറിയാവുന്ന ലതികാണ്ടി ദൂരദർശൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ എത്രയോ നാളുകൾക്ക് എന്റെയൊക്കെ ചെറുപ്പം മുതൽ നമ്മളൊക്കെ ദൂരദർശനിൽ നിന്നാണ് എല്ലാം വന്ന്. അന്ന് ദൂരദർശൻ മുതൽ പ്രോഗ്രാം ചെയ്യുന്ന ആളായിരുന്നു. അവിടെ മുതൽ ഇതൊക്കെ ലതികാണ്ടി ചെയ്യുന്നത് ഫുൾ ലതികാണ്ടിയുടെ പാഷനായിരുന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ഇത് ചെയ്യുന്നത് പോലെ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നതായിരുന്നു ലതികാണ്ടിയുടെ പാഷൻ. അത് വാസ്തവമാണ്. കാരണം എനിക്ക് പണ്ടേ ഈ 9 to 5 ജോബിനോട് താല്പര്യമില്ല. സിറ്റിംഗ് ബിഹൈൻഡ് സിംഗ് അതൊക്കെ വലിയൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം പിന്നെ ഇതിനോടാണ് താല്പര്യം. അന്ന് ദൂരദർശൻ തുടങ്ങിയ സമയത്ത് എങ്ങനെയാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു, അരുന്ധതി പാടിയതാണ്. അതിന് ഞാൻ ആക്ട് ചെയ്താൽ മതി. അതാണ് ആദ്യം ഞാൻ ദൂരദർശനിൽ ചെയ്ത ഒരു ഇത്, വിശ്വസാഗര ചിപ്പിയിൽ എന്ന് പറഞ്ഞ മനോഹരമായ ഒരു പാട്ടായിരുന്നു അത്. അപ്പം അത് പിന്നെ ടേപ്പ് ഈ പറഞ്ഞ പോലെയൊക്കെ എല്ലാവരും കളിയാക്കും, ടേപ്പ് പൊട്ടുന്നവരെ അവരിട്ടു എന്നുള്ളത് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ദൂരദർശനിൽ തന്നെ ഞാൻ 2-3 ഡോക്യുമെൻ്ററീസ് ചെയ്തു. ആദ്യം ഞാൻ ചെയ്തത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ തെയ്യമാണ്. അത് തെയ്യം എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാ വർഷവും ഉണ്ടാവും. ഫാമിലി ഗെറ്റ് ടുഗെദറാണ്. ഒരു വളരെ എന്താ പറയുക, വളരെ നല്ല ഭംഗിയുള്ള ഒരു കലാരൂപമാണല്ലോ തെയ്യം. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. അന്ന് അത്ര ആർക്കും വലിയൊരു ഇത് ഇല്ല. ഇറ്റ് വാസ് ആൾക്കാർ കണ്ടറിഞ്ഞ് വരുന്നേ ഉള്ളൂ തെയ്യം എന്നുള്ള കല. ഇങ്ങനെ ഓണ സമയത്തൊരു ഇങ്ങനെ അവരെ കെട്ടി എഴുന്നള്ളിക്കുക, അതല്ല തെയ്യം. വെറുതെ വരുന്ന രൂപം മാത്രമല്ല, അതിൻ്റെ പിറകെ ഒരുപാട് എഫേർട്ടുണ്ട്. അത് ഉണ്ടാവാനുള്ള കാരണങ്ങളുണ്ട്. അതിന് പ്രത്യേകിച്ചുള്ള ട്രൈബ്സ് ഉണ്ട് ചെയ്യുന്ന. ഇങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടാണ് ആദ്യം ഞാൻ എൻ്റെ ഡോക്യുമെൻ്ററി ചെയ്യുന്നത്. അന്ന് ശരിക്കും പറഞ്ഞാൽ ക്യാമറാമാനെയൊക്കെ നമ്മൾ പുറത്ത് എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അത് കോമ്പയർ ചെയ്തു, അത് പ്രസൻറ്റ് ചെയ്തു. ദൂരദർശനിൽ 2 എപ്പിസോഡായിട്ടാണ്. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ 2 എപ്പിസോഡായിട്ട് എടുക്കും. ഒന്ന്, ഈ ഒരു ആർട്ട് വെളിയിൽ വരണമെങ്കിൽ അതിൻ്റെ പിറകെ എഫേർട്ട് എടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത് അവരുടെ മുഖം. പിന്നെ കളിയാട്ടം വന്നപ്പോഴത്തേക്കും പിന്നെ എല്ലാവർക്കും ഒരുവിധം ഒരു നല്ല പോപ്പുലറായി. ശരിക്കും സുരേഷ് ഗോപിയുടെ ആ മൂവി വന്നതോടുകൂടി ഭയങ്കര എല്ലാവർക്കും അത് എന്താണ് അറിയാനുള്ള ആകാംക്ഷയൊക്കെ വന്നു. പക്ഷെ അതിന് മുമ്പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എങ്ങനെയാണ് ഈ കളേഴ്സ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അവരത് വരയ്ക്കുന്നത്, അവരുടെ ആഭരണങ്ങൾ എങ്ങനെയാണ് അതൊക്കെ ശരിയാക്കി എടുക്കുന്നത്, എല്ലാം കുരുത്തോലയും തുണിയുമാണ് എങ്കിലും അതൊക്കെ ചെയ്യുന്നത്. അതൊരു വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ളൊരു ആർട്ടാണ്. ഇന്നും എല്ലാ കൊല്ലം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലതുണ്ട്. അപ്പം സപ്പോർട്ട് ചെയ്തതും എൻ്റെ വീട്ടുകാരെല്ലാം തന്നെയാണ്. ഹസ്ബൻഡും അതുപോലെ ഫ്രണ്ട്സും എല്ലാവരും കൂടി ചേർന്ന് ഫാമിലിയാണ് ഇത്. അപ്പം അങ്ങനെയുള്ളൊരു കലാരൂപമാണ് ആദ്യമായിട്ട് ഞാൻ ദൂരദർശന് വേണ്ടി ചെയ്യുന്നത്. 2 എപ്പിസോഡ്സ്. അത് കഴിഞ്ഞിട്ട് ചെയ്തത് ഞാൻ മ്യൂറൽ പെയിൻറ്റിങ്സ് ആയിരുന്നു. മ്യൂറൽ പെയിൻറ്റിങ്സ് ആണ്. അത് ഞാൻ ഗുരുവായൂരുള്ള ഒരു ഇവിടെ മമ്മിയൂർ ഒരു കൃഷ്ണൻകുട്ടി ആശാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 9 സ്റ്റുഡൻസ് പിന്നെ അവർ നവരത്നങ്ങൾ എന്നുള്ള പേരിൽ ഞാൻ ചെയ്തതാണ്. അതിലും ഈ പറഞ്ഞ പോലെയാണ് ആദ്യത്തെ ഭാഗം മുഴുവൻ എങ്ങനെയാണ് അതിന്റെ മേക്കിംഗ്. നെക്സ്റ്റ് വരുന്നത് അവർ എങ്ങനെയാണ് കലാരൂപം ചെയ്യുന്നത്. അങ്ങനെയുള്ള 2 ഡോക്യുമെന്റ്സ്. അങ്ങനെ കുറച്ച് ഒരു 3-4 ഡോക്യുമെന്റ്സ് ചെയ്തപ്പോൾ തന്നെ ഞാൻ സൂര്യയിൽ ജോയിൻ ചെയ്തു. പിന്നെ അവർ പറയുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സൂര്യയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ തന്നെ ഒരു എന്റർടൈൻമെന്റ് സെക്ഷനിലേക്ക് തന്നെയാണല്ലോ പിന്നെ വരുന്നത്. ഇത്രയും നാളും ചെയ്ത ഈ ഒരു ആർട്ടിസ്റ്റിക് മാത്രമല്ല, അതിനകത്ത് നമുക്ക് സിനിമയുടെ കുറെ കാര്യങ്ങളും എല്ലാം അങ്ങനത്തെ ഒരു കണ്ടന്റ് ടൈപ്പ് ആയിരുന്നല്ലോ സൂര്യയിൽ വന്നു കഴിഞ്ഞപ്പോ. ഇപ്പൊ സൂര്യയിൽ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഇങ്ങനെ എത്തി. അതിനുശേഷം പാർവതി തിരുവോത്ത് എന്താ ലതികാണ്ടായിട്ട് റിലേഷനും ഉണ്ട്. എന്റെ അമ്മയുടെ കസിന്റെ മകളാണ് പാർവതി. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് പാർവതി. അങ്ങനെ ഞങ്ങള് പരപ്പനങ്ങാടിക്കാരാണ്. പക്ഷെ അവളുടെ അമ്മ മഞ്ചേരിയാണ്. അച്ഛൻ പരപ്പനങ്ങാടി. പിന്നെ അങ്ങനെ ആരുടെയൊക്കെ ലിസ്റ്റാണ് ലതികാണ്ടി പറയാൻ പറ്റുന്നത്? ലതികാണ്ടിയിലൂടെ ഇത്രയും പോപ്പുലറായി പറയാൻ പറ്റില്ല. ചാനലിലൂടെ ചാനലിലൂടെ വന്നിട്ട് നമ്മുടെ കൂടെ ജയസൂര്യ വന്നിട്ടുണ്ട്. വേറെ ചാനൽസ് പിന്നെ വന്നിട്ടുള്ളത് കുട്ടിക്കൽ ജയചന്ദ്രൻ ഫിലിംസിൽ കയറിയ ആൾക്കാരാണ്. അങ്ങനെ കുറെ പേരുണ്ട്. എനിക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയാമെങ്കിലും കുറേ പേര് വന്നിട്ടുണ്ട്. പറയാതിരിക്കുക. കാരണം പിന്നെയും നമ്മുടെ തന്നെ ഒരു ചാനലുണ്ടായിരുന്നു കിരൺ എന്ന് പറഞ്ഞിട്ട്. അതിലുള്ള കുട്ടികൾ കുറേ പേര് സിനിമയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ചാനൽസിലൂടെ ഒരു സ്റ്റാർട്ട് കിട്ടി വന്ന കുറേ കുട്ടികളുണ്ട്. അങ്ങനെ അതൊരു നല്ലൊരു ഇതായിരുന്നു. അന്ന് വേറൊന്നും ഇല്ലല്ലോ. ഈ സോഷ്യൽ മീഡിയയിലുള്ള വേറൊരു എക്സ്പോഷർ അവർക്കും ഇല്ല, അവർക്ക് ചാൻസും ഇല്ല. കാരണം അതിന് അവരെ ഇത് ഡയറക്റ്റ് ചെയ്ത് എടുക്കണ്ടേ. അതിനൊരു നല്ലൊരു ഇതായിരുന്നു ഞങ്ങളുടെ സൂര്യ. അന്ന് ഒരു വലിയ പങ്ക് ചെയ്തിട്ടുണ്ട്. ഇവൻ ഏഷ്യൻ എല്ലാ ചാനൽസും. അന്ന് സൂര്യ ആയിരുന്നു ഏറ്റവും ടോപ്പ് 1 ലീഡിംഗ് ചാനൽ. അത്രയും ടോപ്പിൽ സൂര്യ ഭയങ്കരമായിട്ട് ഒരുപാട് നല്ല വെറൈറ്റി പ്രോഗ്രാംസും എല്ലാ ശരിക്കും പറഞ്ഞാൽ ഈ ഡേ ഇല്ലേ, അതായത് ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, വാലന്റൈൻസ് ഡേ, ഇങ്ങനത്തെ ഡേ പോപ്പുലറൈസ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ സൂര്യയാണ്. കാരണം അപ്പൊ എല്ലാവരും ചോദിക്കുന്നത് എന്ത് ഡേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അന്നാണ് അവർ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ എല്ലാ പ്രൊഡ്യൂസേഴ്സും നമ്മുടെ എല്ലാ പ്രൊഡ്യൂസേഴ്സും
പ്രൊഡ്യൂസേഴ്സും പല എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഡേക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്തു. അത് കണ്ടുകൊണ്ട് പിന്നെ പല ചാനൽസും വന്നിരുന്നു. പക്ഷെ ഒരു കിക്ക് സ്റ്റാർട്ടർ കൊടുത്തത് നമ്മളായിരുന്നു. ഓക്കെ. അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്രോഗ്രാംസും ഒരുപാട് വെറൈറ്റി ന്യൂ ഫേസസിന്റെ ഒക്കെ ഒരു കാരണക്കാരെ ഇവർ കുറച്ച് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് സൂര്യയില്. ഇവരെല്ലാരും ആയിരുന്നു ഞങ്ങളെയൊക്കെ സൃഷ്ടിച്ചു കൊണ്ടുവന്ന ആൾക്കാർ. കറക്റ്റ്. അതൊരു എന്താ പറയാ, നമുക്കതൊരു വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് ആണല്ലോ. പിന്നെ മാത്രമല്ല ഇതൊരു ടീം വർക്കുമാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരു ടീം വർക്കാണ്. അതിൽ എല്ലാവരും വന്നാലേ ശരിക്കും പറഞ്ഞാൽ ആ പ്രോഗ്രാം സക്സസ്ഫുൾ ആവുള്ളൂ. ഒരാൾക്ക് ഒറ്റ ക്രെഡിറ്റ് എടുക്കാൻ ഒക്കില്ല. യു കാൻ സേ ദറ്റ് ഡയറക്ടർ ഓർ ദ ക്യാമറമാൻ, അല്ലെങ്കിൽ എല്ലാവരും ചേർന്നിട്ട് എങ്ങനെ വേണം എന്നൊരു തീരുമാനത്തിൽ വന്നിട്ടാണ് മിക്ക പ്രോഗ്രാംസും നമ്മൾ പാറ്റേൺ ചെയ്ത് എടുത്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഹാഡ് ഇറ്റ്സ് എഫക്റ്റ്. അത് ആൾക്കാരിൽ എത്തണമെങ്കിൽ ഇവിടെ ആത്മാർത്ഥത ഇല്ലെങ്കിൽ അത് അങ്ങോട്ട് എത്തില്ല. ഈ സ്ക്രീനിൽ വഴിയാണ് വരുന്നതെങ്കിൽ പോലും അതിനകത്തൂടെ വരണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇതിന് നമ്മൾ ഫുൾ നമ്മുടെ പൊട്ടൻഷ്യലും നമ്മുടെ ഡെഡിക്കേഷനും എല്ലാം വന്നാൽ മാത്രമേ ആ പ്രോഗ്രാം വിജയിക്കുള്ളൂ. ഓക്കെ. അങ്ങനെ സൂര്യയിലും കുറെ നാൾ കഴിഞ്ഞിട്ട് ഇപ്പൊ ലതിയാണ്ടി അങ്ങനെ അത് കഴിഞ്ഞതോടെ ഷോസ് എല്ലാം അങ്ങനെ നിർത്തി. പിന്നെ ട്രാവലിംഗ് സൈഡിലേക്കൊക്കെ ഇപ്പൊ അതാണോ ടൈം പാസ് എന്ന് പറയുന്നത്? ട്രാവൽ ആണോ? കൂടുതലും ട്രാവലിംഗ് തന്നെയാണ്. ട്രാവലിംഗ് ആണ് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം. ആദ്യമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോകും. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇവിടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുമ്പം അവരെല്ലാവരും കൂടി ശരി ഞങ്ങൾക്ക് വീണ്ടും നമുക്ക് പോവാം. അപ്പം നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട് ഇപ്പോൾ, അബൌട്ട് 22 only ladies കേട്ടോ. സോറി only ladies. അല്ല ആ ഒരു ഇതിൽ ആണുങ്ങളില്ല. ഫാമിലി ആയിട്ട് പോകുന്നതുണ്ട്. ഫാമിലി ആയിട്ട് പോകുന്നത് വേറെ. ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിലും ഒരു ഇതിലുണ്ട്. ഫാമിലി ആയിട്ട് പോകണമെങ്കിലും പോവും, അല്ല ഫ്രണ്ട്സ് ആയിട്ട് പോകണമെങ്കിലും പോവും. അങ്ങനെ എനിക്ക് ലേഡീസ് ആയിട്ട് പോകുന്ന ട്രിപ്പ് അല്ലേ സുരേഷ്? അല്ല അത് വേറെ അല്ല. പക്ഷെ അതിന്റെ രണ്ട് ചാമാണ് കേട്ടോ. കാരണം ഞാൻ ഇവരുടെ കൂടെയും പോകും, അതേ സ്ഥലത്ത് തന്നെ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെയും പോകും. കാരണം നമ്മൾ പോയിട്ട് വന്ന് പറയുമ്പോൾ എക്സൈറ്റ്മെന്റ് കേൾക്കുമ്പോൾ അയ്യോ ഞങ്ങൾക്കും പോകണം അവിടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആദ്യം ഒന്നുകിൽ നിങ്ങൾ തീരുമാനിക്കുക, നീ ആദ്യം പോയിട്ട് നമുക്ക് പോവാം, അല്ലെങ്കിൽ തിരിച്ച്. മനസ്സിലായില്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരേ സ്ഥലത്ത് 2 വിസിറ്റാണ് ഞാൻ. അപ്പം മിനിമം ഒരു സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും അല്ലേ? അപ്പൊ എനിക്ക് നന്നായിട്ട് ഒരു ട്രൂപ്പ് എന്താ മാനേജ് ചെയ്ത് എനിക്ക് വേണമെങ്കിൽ ഒരു ടൂർ മാനേജർ ഭാവിയിൽ ആവൂല എന്നൊന്നും പറയാനൊക്കെ പ്രായം മാനേജ് ചെയ്യാൻ അതങ്ങ് വിടുന്നു. ഈ കുറെ നാളെ ടൂർ ചെയ്ത് കണ്ടു ഇതിന് അടുത്ത് ടൂർ മാനേജ്മെന്റ് ആയിട്ട് പോവാ. അപ്പൊ ഈയിടെ ലതികാന്റിയുടെ ഇന്റർവ്യൂവിനകത്ത് എന്തോ പറഞ്ഞു കേട്ടാണ് ലതികാന്റി കൈലാസത്തിൽ പോയി. അതൊരു ബ്യൂട്ടിഫുൾ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ വാസമാണ്. ചിലതൊക്കെ ഉണ്ടല്ലോ നമ്മള് ഫസ്റ്റ് ഞാൻ ഒറ്റയ്ക്കെന്ന് പറയാൻ സൂര്യ വിട്ട ഉടനെ ഞാൻ റീച്ച് എന്ന ഒരു പ്രോജക്റ്റിൽ ഞാൻ ടീം മാനേജറായിട്ട് ഞാൻ വർക്ക് ചെയ്തു. ജസ്റ്റ് ഫോർ 6 months. അപ്പോഴേ ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഞാനിവിടെ ഒരു പെർമനന്റ് ഫിക്സ്ചർ അല്ല, ഒരു 6 മാസം ഞാൻ വർക്ക് ചെയ്യാം. ഒരു എൻ്റെ ഒരു ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്ത ട്രിപ്പ് ചാർധാമാണ്. ചാർധാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിമാലയത്തിലുള്ള ഗംഗോത്രി, യമുനോത്രി, കേദാർ, ബദ്രി, അതാണ് ഞാൻ തനിച്ച് പോയത്. തനിച്ചെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കല്ല, ഒരു റാൻഡം ഗ്രൂപ്പിന്റെ കൂടെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവരുടെ കൂടെ പോയി. പക്ഷേ അതൊരു ഈ പറഞ്ഞ പോലെ സോളോ ട്രിപ്പ് പോലെ തന്നെ ഫീൽ ചെയ്യും. നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ്. വി ആർ നോട്ട്, കാരണം ആരും ഇൻ്റർഫിയർ ചെയ്യാൻ വരില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ ഇരിക്കാം. സോ അത് നല്ലൊരു ഫീലായിരുന്നു. പക്ഷെ ആ ഒരു ഫീലിൽ പിന്നെ എനിക്ക് നമ്മൾ പറയില്ലേ അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹിമാലയൻ ബഗ് നമ്മളെ കടിച്ചു. അത് പിന്നെയും പോകാൻ തോന്നുന്നു. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു അയ്യോ ഇങ്ങനെ ഇത്രയും പറയുന്നല്ലേ നമ്മളെയും കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെയും പോയി. അങ്ങനെ പിന്നെ നമ്മുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും എവിടെയെങ്കിലും നമ്മൾ ഈ ഒരു 10-20 പെണ്ണുങ്ങളുണ്ട്. ആക്ച്വലി ഇപ്പോൾ വന്ന് കൂടി ഇപ്പോൾ 22 അപ്പം ഞങ്ങൾ ഇങ്ങനെ അത് ചെയ്തു ട്രിപ്പ്. പിന്നെ ഓരോരോ സ്റ്റേറ്റ് എടുത്തിട്ട് കുറെ രാവിലെ ആകുമ്പോഴത്തേക്ക് എല്ലാം ഭക്തിമാർഗവും, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഷോപ്പിംഗ് അടിച്ചുപൊളി. അപ്പൊ സ്പിരിച്വൽ ആണോ? സ്പിരിച്വൽ ഇന്ന് ഞാനൊരു ടോക്ക് കേട്ട് വന്നേ ഉള്ളൂ. അതായത് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാം ഇൻഡിവിജ്വലിസ്റ്റ് ചെയ്യണം. കാരണം ഒരാളുടെ സ്പിരിച്വാലിറ്റി അല്ല ഇനി ഒരാളുടെ. അതുകൊണ്ട് നമ്മൾ എത്ര സ്പിരിച്വൽ ആയി എന്നുള്ളത് അറിയാൻ നമുക്കേ പറ്റുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവണം എന്നില്ല. പക്ഷെ ചില ആസ്പെക്ട്സിലൊക്കെ ചിലവർക്ക് മനസ്സിലാവും. പക്ഷെ അത് അയ്യോ സ്പിരിച്വൽ ആവെന്ന് പറയുന്നത് അറിഞ്ഞൂടാ. അത് ഈ പറഞ്ഞ പോലെയാണ്, അത്രയും ഡീപ്പായിട്ടൊന്നും അല്ല ഈ പറയുന്ന പോലെ. ഒരു അതെ ഇവിടെയുണ്ട് കാല്, അവിടെ 2 ബോട്ടിൽ കാല് വെച്ചോണ്ടിരിക്കുകയാണ്. വീഴാതെ സൂക്ഷിക്കണം എന്നേ ഉള്ളൂ.
എനിവേ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സിംഗിലാണ്. ടച്ച് വുഡ്, ജസ്റ്റ് ഇങ്ങനെ തന്നെ പോട്ടെ. ഇനി ബാക്ക് ടു പ്രോഗ്രാംസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രോഗ്രാംസ് ലതികാന്റി സൂര്യയിൽ വന്നിട്ട് ഇന്റർവ്യൂ പാറ്റേൺ ആണെങ്കിലും നമ്മുടെ ഈ പറയുന്ന പോലത്തെ ഷോസ് ആണെങ്കിലും ഇങ്ങനെയൊക്കെ പലതും ചെയ്തു. ഇത്തരത്തിലും ഇന്നും മനസ്സിൽ ലതികാന്റി ഓർത്ത് വെക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലൊക്കെ എപ്പോഴും ഷെയർ ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്തത് ഏതൊക്കെ പ്രോഗ്രാമുകളിൽ നിന്ന്, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ എപ്പിസോഡ് അങ്ങനെ എന്തെങ്കിലും ഓർമ്മിക്കണ്ടോ? അതിന് നിന്നെ പറ്റിച്ച ഒരു എപ്പിസോഡ് എനിക്ക് ഓർമ്മയുണ്ട് എപ്പോഴും. അത് എനിക്ക് ഓർമ്മയില്ല. നിനക്ക് ഓർമ്മയില്ല, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഒരാൾ വിളിച്ചു, നമ്മൾ കളിയാക്കി ഇതായിട്ട് പറയുന്നതല്ല, എങ്കിലും ശബ്ദം മാറിയാണ്. അതായത് കുറച്ച് സ്ത്രൈണത ഉണ്ടായിരുന്നു ആ ശബ്ദത്തിൽ. അപ്പൊ നീ വിചാരിച്ചു അതൊരു ഗേളാണെന്ന്. അതിന്റെ പറ്റിച്ചതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ആ പേര് നീ ചോദിച്ചപ്പോഴത്തേക്ക് അവർ ആണിന്റെ പേര് പറഞ്ഞു. നീ അങ്ങ് ഷോക്ക്ഡായി. അപ്പൊ എന്ത് പറയണം ഞാൻ, അപ്പൊ നമുക്കിനി പാട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞു. എന്റെ ചമ്മിയ ഫേസ് അല്ലേ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ അതനുസരിച്ച് ട്രോൾ ചെയ്ത് വന്നത്. അങ്ങനെ പറഞ്ഞൊരു എപ്പിസോഡ് ഉണ്ട്. പക്ഷെ ഞാൻ കൂടുതലും പിന്നെയും ഇത് ഇവിടെ സൂര്യയില് എനിക്ക് കുക്കറി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കുറെ കുട്ടികളുടെ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞില്ല എല്ലാ തരത്തിലുള്ള പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കൂടുതലും ഈ ഫിലിം സെറ്റിലൊന്നും പോയിട്ടുള്ള പ്രോഗ്രാംസ് അധികം ചെയ്തിട്ടില്ല. അഫ്കോഴ്സ് അവരെയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പം മോഹൻലാലിന്റെ ആയാലും മമ്മൂട്ടിയുടെ ആയാലും കുറേ പേരുടെ ഒരുപാട് പേരുടെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. അതിനിടയിൽ ലതികാന്റി യേശുദാസ് ദാസങ്ങളുടെ ഒരു ഇന്റർവ്യൂ, അത് ഇന്റർവ്യൂ അല്ല നമ്മുടെ പ്രോഗ്രാമിലായിരുന്നു ഫോൺ കോൾ ചെയ്തിരുന്നത്. പക്ഷെ അത് എനിക്കിനി ഓർമ്മ അല്ല, അതിന് മുമ്പേ ഉണ്ടായിരുന്ന ലക്ഷ്മി ഉള്ള സമയം. ലക്ഷ്മി ആയിരുന്നു കുറെ കാലം. ആദ്യം ഉണ്ടായത് ബെറ്റ്സി എന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു. അപ്പം ആ കുട്ടിയുടെ ജോലിയായിട്ടോ എന്തോ, അവള് എഞ്ചിനീയർ ആയിരുന്നു. ഷീ വെന്റ് ഗോട്ട് എ ജോബ് ആൻഡ് വെന്റ്. അപ്പൊ അങ്ങനെയാണ് ആ കുട്ടി മാറി. പിന്നെ വന്നത് ലക്ഷ്മിയാണ്. കുറെ കാലം ലക്ഷ്മി ആയിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെയാണ്, നല്ല റാപ്പോ വേണമല്ലോ. അപ്പം ലക്ഷ്മിയായിട്ട് എനിക്ക് നല്ല റാപ്പോ ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാ കുട്ടികളായിട്ട് എൻ്റെ കോമ്പീസ് ആയിട്ട് ഞാൻ റാപ്പോ ഉള്ളവരുമായിട്ടാണ് ശരിക്കും ഞാൻ പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ സമയത്ത് ഒരിക്കൽ ഇദ്ദേഹത്തിനെ കണക്ട് ചെയ്യാൻ കിട്ടി. ഏറ്റവും എന്താന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇത് കുറെ പാട്ടിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പാട്ട് പാടിയിട്ട് അത് നമുക്കൊക്കെ ഒരു സർപ്രൈസാണ്. പാട്ടുകാർക്കത് വലിയ ആണെന്ന് അറിഞ്ഞൂടാ. എന്താണ് ഒരു ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ എന്നുള്ള പാട്ട് ഒരു വരി ഇങ്ങനെ പാടിയിട്ട് നമുക്ക് പിന്നെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ആ പാട്ടിന്റെ ബാക്കി അങ്ങ് ഇട്ടാൽ മതിയായിരുന്നു. മറ്റുള്ളവരൊക്കെ പാടുമ്പോൾ പാട്ട് അവിടെ നിർത്തണം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിന്നെ പാട്ടിലോട്ട് വരും. കാരണം ശ്രുതി ചേരൂല. ഇതങ്ങനെയല്ല. അയ്യോ എന്ത് രസമായിരുന്നു എന്നറിയാം. നമുക്ക് അത് ഇട്ടിട്ട് അങ്ങനെ പാട്ടിലേക്ക് കയറാൻ പറ്റി. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമായിരുന്നു അത്. അപ്പം നമുക്ക് അതിനെപ്പറ്റി പാട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ പഠിച്ചിട്ടില്ല പാട്ട്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ആണ്, കേൾക്കാൻ ഇൻട്രസ്റ്റ് ആണ്, ചുമ്മാ മൂളിപ്പാട്ട് പാടാൻ ഇഷ്ടമാണെന്നൊക്കെ അല്ലാണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വലിയൊരു കാര്യമാണ്. ഇറ്റ്സ് എ സർപ്രൈസ്. ഇന്നും ആ പാട്ട് ഏതാന്ന് വരെ ലതികാന്റി ഓർത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണത്. കാരണം വെച്ചാൽ ആ പാട്ട് ഓർക്കാതിരിക്കാൻ അതേ കഴിഞ്ഞ് അതിന്റെ കണ്ടിന്യൂഷൻ നമുക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. പാട്ടങ്ങ് ഇട്ട് പോയാൽ മതിയായിരുന്നു. അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഓരോ സ്പെഷ്യൽ ഡേയ്സിലും ഇതുപോലെ ലതികാന്റി ഓരോരോ സ്പെഷ്യൽ ഗസ്റ്റുകളെ കൊണ്ടുവരും. അവര് ലൈവായിട്ട് നമ്മളൊരു ചാറ്റിംഗ് അങ്ങനെ ഒരുപാട് അന്ന് ആ ലൈം ലൈറ്റിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊണ്ട് നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ്, സിംഗേഴ്സ് എല്ലാവരും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേരെ നമ്മൾ വന്നു പോയിട്ടുണ്ട്. ഇവൻ ഫിലിം സ്റ്റാർസ് പോലും വന്നിട്ടുണ്ട്. സ്റ്റാർ അവരെയും കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ സ്പെഷ്യലിന്. ശരിക്കും നമ്മൾ എൻജോയ് ചെയ്ത ഇതാണ് അല്ലേ. എത്ര എപ്പിസോഡാണ് ഒരു ദിവസം ചെയ്യുന്നത്? രമ്യയുടെ ജോലി ചെറിയ കോസ്റ്റ്യൂമാർ അടുത്തത് 6 എപ്പിസോഡ് ഒക്കെ ഒരു ദിവസം ചെയ്തിട്ടുണ്ട്. അന്ന് സാരി ഉടുക്കാൻ പഠിച്ചതാ ഞാൻ. അതോടെ ഞാൻ ഇപ്പൊ 2 മിനിറ്റ്സ് ഞാൻ നിങ്ങൾ ടൈമർ വെച്ചാൽ ഞാൻ സാരി ഉടുക്കും. ഈ ലതികാന്റിയാണ് കഴിഞ്ഞില്ലേ ഇങ്ങനെ ചോദിച്ചു ഞാൻ ഫാസ്റ്റ് ആയിട്ട് സാരി ഉടുക്കാൻ പഠിച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിലെ ചേച്ചി ഞാൻ ഇങ്ങനെ സാരി ഉടുത്തപ്പോ എന്നോട് എന്ത് പെട്ടെന്ന് സാരി, ഞാൻ പറഞ്ഞു ഇതൊക്കെ അന്തകാലത്ത് ഉടുക്കാൻ അന്ന് സിറ്റുവേഷൻസ് എന്നെ ഉടുപ്പിക്കാൻ പഠിപ്പിച്ചതാണ്. അങ്ങനെ ഉടുക്കാൻ പഠിച്ചോണ്ട് ഇന്നും ഇങ്ങനെ എത്ര പെട്ടെന്ന്. പാർവതിയായിട്ട് ലതികാന്റി ഷോസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഇല്ല ഞാൻ കിരൺ ടിവിയിലാണ് അവൾ ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞേ എന്റെ ഫ്രണ്ട് രവിയാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ കിരണിലെ കോമ്പയർ ആയിട്ടാണ് അവൾ ആദ്യമായിട്ട് വരുന്നത്. അല്ല ഞാനുമായിട്ട് ചെയ്തിട്ടില്ല പ്രോഗ്രാംസ്. അല്ല ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നല്ലാതെ, അതായത് അതിലോട്ട് ഇത് കസിൻ അല്ലേ, അപ്പൊ അതുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നല്ലാതെ ബാക്കിയെല്ലാം അവർ നന്നായിട്ട് കുറെ കാലം അവൾ പ്രോഗ്രാം ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു സീരിയലോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ അങ്ങ് ഫിലിമിലോട്ട് പോയി. പക്ഷെ ഞാൻ കഴിഞ്ഞതിലും പറഞ്ഞ പോലെ
ഷി ബിക്കം എ ഗ്രേറ്റ് ആക്ട്രസ് അല്ലേ, വെരി ഗുഡ് ആക്ടർ. ഇപ്പൊ നിങ്ങൾ കമ്മി കാണാറുണ്ടോ? ഇല്ല ഇല്ല, ഇപ്പൊ കാണാനൊന്നും നമുക്ക് രണ്ടുപേർക്കും രണ്ട് ധ്രുവങ്ങളിലാണ് നമ്മള്, കാണാൻ ബുദ്ധിമുട്ടാണ്. ഒന്നും കാണാറേ ഇല്ല. പിന്നെ ജേട്ടനെ വല്ലതും കാണാറുണ്ടോ? ഇല്ല, ഇപ്പൊ ഞാൻ അതിലില്ലല്ലോ. അല്ല, കാരണം വെച്ചാൽ ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർ കാണുന്നല്ലാതെ നമ്മൾ അതിനകത്ത് പുറത്ത് വന്നിട്ട് പിന്നെ ഞാൻ അതുമായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ ACV ഞാൻ കുറച്ചു കാലം ഒരു 4 വർഷം കഴിഞ്ഞതിന് ശേഷം റീച്ച് കഴിഞ്ഞിട്ട് ഞാൻ ACV എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നൊരു മായ ഉണ്ടായിരുന്നു ഇതില്, സൂര്യയില്. അപ്പം മായ ACV വന്നപ്പോൾ ചേച്ചി കുറെ ഇന്റർവ്യൂസ് ഒന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ തുടങ്ങിയതാണ്. ഒരു 4 വർഷം പക്ഷെ ചെയ്യേണ്ടി വന്നു. പലരെയും സ്ത്രീ എന്ന് പറഞ്ഞിട്ടും ഉച്ചനേരം എന്ന് പറഞ്ഞിട്ട് മോസ്റ്റ്ലി സ്ത്രീ പെണ്ണുങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു ആദ്യം ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പലരും വന്നു, പല ആൾക്കാരും വന്നു. അങ്ങനെ അത് ഇന്റർവ്യൂ ചെയ്യാനുള്ളൊരു, അത് ലൈവാണ്, പക്ഷെ ലൈവായിരുന്നു. പക്ഷേ ഇറ്റ് ഹാഡ് ഇറ്റ്സ് റിൽ. അപ്പോൾ ഈ സൂര്യ ചാനലുകൾ അന്ന് ഞങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ ചാനൽസും തിരുവനന്തപുരം ബേസ്ഡ് ആയിരുന്നു. എല്ലാം ഇവിടുന്നായിരുന്നു എല്ലാ പ്രോഗ്രാംസ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് പയ്യെ സ്ലോലി എറണാകുളത്തേക്ക് സ്വിച്ച് ചെയ്തു. അങ്ങനെ സൂര്യം എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് പോയി, ഞാൻ ഇവിടെ തന്നെ നിന്നു. അന്ന് ബാക്കി സൂര്യയിലുള്ള എനിക്ക് അറിയുന്ന എല്ലാവരും തന്നെ എറണാകുളത്തേക്ക് സ്വിച്ച് ചെയ്തു. എനിക്ക് വരാൻ പറ്റില്ല, ഈ തിരുവനന്തപുരം വിട്ട് ഞാൻ എങ്ങോട്ടും ഇവിടെ തന്നെ. എനിക്ക് പറ്റില്ല. എന്താണ് ഈ എറണാകുളം തിരുവനന്തപുരം ഇത്രയ്ക്ക് അങ്ങ് ജനിച്ചു വളർന്ന സ്ഥലമല്ലേ, അതിനോടൊരു കൂറ് വേണ്ടേ? അതല്ല, എനിക്ക് അത് മാത്രമല്ല, എനിക്ക് എൻ്റെ ഫാമിലി കമ്മിറ്റ്മെന്റ്സും ഉണ്ടല്ലോ. എൻ്റെ മദറിലോ അപ്പം ഉണ്ട്. വീട് വിട്ടു പോയിട്ട് അങ്ങനെ ചെയ്യാൻ മാത്രം എനിക്ക് അത്ര അങ്ങനത്തെ ഒരു പാഷനൊന്നുമില്ല. ഇവിടെ ഉള്ളപ്പം എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു. പിന്നെ അങ്ങനെ ഞാനും അങ്ങനെ ഒരു ഇന്നവേറ്റബിൾ ക്യാരക്ടറൊന്നും അല്ല അതിന് മാറി നിന്ന അയ്യോ സൂര്യ ഇടി അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ കണ്ടിരിക്കുന്നത്, ഞാൻ എത്രയോ പ്രൊഡ്യൂസേഴ്സിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചില പ്രൊഡ്യൂസേഴ്സ് ഒക്കെ വന്നിട്ട് അവര് ടൂ മച്ച് കാര്യങ്ങൾ തലയിലൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അവര് ഭയങ്കര ടെൻഷനായിട്ട് നമുക്ക് കാണാം. അവരൊന്നിലും ഇങ്ങനെ എനിക്ക് കാണാം അവരുടെ ബോഡി ലാംഗ്വേജിൽ ഫുൾ അവർ ആ ഒരു എത്രയോ പ്രോഗ്രാംസ് തലയിൽ കൂടെ പോകുന്നതിന്റെ ആ ടെൻഷൻസ് ഭയങ്കര എവിഡന്റ് ആണ്. പക്ഷെ ലതികാന്റിയെ സംബന്ധിച്ചിട്ട് ഞാൻ ഇന്നും അതെ, ഞാൻ ഷൂട്ടിന് വരുമ്പോൾ എന്ന് ലതികാന്റി ചുരിദാർ ഇട്ടിട്ടാ വരിക, അതിങ്ങനെ ഇട്ടിട്ട് വളരെ കൂളാ, ഈ ഒരു ബ്രീസ് ഇങ്ങനെ പോകുന്ന പോലെ ലതികാന്റി ഇങ്ങനെ ആരാംസി അങ്ങോട്ട് പോകും, ആരാംസി ഇങ്ങോട്ട് വരും. അതിനിടയിൽ എന്നെ ഈ ധൃതി പിടിപ്പിച്ച് സാരി ഉടുപ്പിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഒരു മൊത്തത്തിൽ നമുക്ക് ഫീൽ ഞാൻ ആദ്യമേ പ്രിപ്പയർ ചെയ്തിരിക്കും. മ്യൂസിക് മൊമെന്റ്സ് അറിയാലോ, നമ്മള് ഡീറ്റെയിൽസ് എല്ലാം എഴുതിയെടുക്കുമല്ലോ പാട്ടിന്റെ. എന്നിട്ട് പിന്നെ അതിന്റെ വർക്ക്ഔട്ട് ചെയ്ത്, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാട്ടാണോ ഇഷ്ടം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ അത് വർക്ക് ചെയ്യണം. അതിന്റെ പുറത്ത് കുറച്ച് ഹോംവർക്ക് ഉള്ള പ്രോഗ്രാം ആയിരുന്നു അത്. ഹോംവർക്കും അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് പ്രൊഡക്ഷനിലും നമുക്ക് കുറച്ച് വർക്കുള്ള പണിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഷൂട്ടിംഗ്. പിന്നെ ആദ്യമേ ഈ പാട്ടുകളൊക്കെ നല്ലതുണ്ടോ എന്ന് നോക്കി വെച്ചിട്ട് വേണം. പിന്നെ നമ്മുടെ ഏതൊക്കെ പാട്ടുകളുണ്ട് അത് നമ്മൾ അറിയണം. നമ്മുടെ ലൈബ്രറിയിൽ എത്രമാത്രം സോങ്സ് ഉണ്ട്, ഏതൊക്കെ ടൈപ്പ് സോങ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചു വെക്കണം. അങ്ങനെയൊക്കെയാണ്. പിന്നെ അതിന്റെ ഈ പറഞ്ഞ പോലെ നല്ലൊരു ടീമുണ്ട് അവിടെ. എഡിറ്റേഴ്സ് ആയാലും നമ്മൾ ബിഹൈൻഡ് ഇതില് എഡിറ്റേഴ്സ്, നല്ല എഡിറ്റേഴ്സ് ഉണ്ട്. അതുപോലെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സും എല്ലാവരും ഹെൽപ്പ് ചെയ്യും. ഇത് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ. പിന്നെ ക്യാമറ ടീം എല്ലാവരും നല്ലൊരു ക്യാമററ്ററി ഉണ്ടായിരുന്നു അവിടെ. നല്ലൊരു ടീം ആയതുകൊണ്ടാണ് അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് നല്ല പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റിയത്. കുക്കറി ഷോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പല കാട്ടിലൊക്കെ കയറിയിട്ടുള്ള കുക്കറി ഷോ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സൂര്യയിൽ. ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ പെട്ടെന്ന് സൂര്യ അങ്ങ് സ്വിച്ച് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ കൂടെ ഞാൻ ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ലതികാന്റി അതങ്ങ് പാക്കപ്പ് ചെയ്ത് വെച്ചു. പിന്നീട് എപ്പോഴും നോക്കുമ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, ഞാൻ അങ്ങനെ റിഗ്രറ്റ് ചെയ്യുന്ന ആളല്ല. കാരണം ചെയ്യുന്ന സമയത്ത് ചെയ്തു. കാരണം ഇത് എന്നും പെർമനന്റ് അല്ല എന്നുള്ള ഫീൽ എനിക്ക് എന്നും ഇത് പെർമനന്റ് അല്ലല്ലോ. നമ്മൾ ഒരു പോയിന്റിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഫെർദർ മൂവ് ചെയ്ത് പോകണ്ടേ. അവർക്കും പുതിയ ആൾക്കാർ വരണം. എന്നും ഇങ്ങനെ നമ്മളിരുന്ന് നമ്മുടെ ഒരു കാലം കഴിയുമ്പോൾ ഐഡിയാസ് പുതിയത് വരണ്ടേ. പുതിയ ജനറേഷൻ വരുന്നു, പുതിയ ഐഡിയാസ് വരുന്നു. അതുകൊണ്ടൊന്നും അല്ല ഞാൻ മാറിയത്. വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊച്ചി പോകാൻ വയ്യാത്തതുകൊണ്ട് തന്നെയാണ് മാറിയത്. മേ ബി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചു കാലം കൂടെ കണ്ടിന്യൂ ചെയ്തേനെ. പക്ഷേ കൊച്ചി പോയപ്പോഴത്തേക്ക് എനിക്ക് അതിനുള്ള ഒരു ഇതില്ലായിരുന്നു. ഐ ഡിഡ്ന്റ് വാണ്ട് ടു അപ്രൂവ് മൈസെൽഫ് ആൻഡ് അവിടെ പോയിരുന്ന് ചെയ്യാനായിട്ടുള്ള ഒരു ഇതില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ട്രാവൽ ചെയ്ത് എൻജോയ് ചെയ്ത് എനിക്ക് അങ്ങനെ ബോർ അടിച്ചിരിക്കുന്ന ഒരു പരിപാടി ഇല്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും, ബിസി ആയിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ബിസി ആയിട്ട് ഈ ഒരു ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ സ്ലോ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്.
അടുത്ത ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാ പോകാൻ പോണേ? ഇനിയിപ്പോ നെക്സ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ആസാം, മേഘാലയ അങ്ങോട്ടാണ്. ആ സൈഡിൽ അതുണ്ട്. പിന്നെ ഫാമിലി ആയിട്ട് വേറെയും ട്രിപ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ബാലൻസ് ചെയ്തോണ്ടിരിക്കുകയാണ് ഫുൾ ടൈം. ഒരു ബാലൻസിങ് ആയിട്ട് വേണ്ടേ, ലൈഫിൽ വേണ്ട ഒരു കാര്യം അതാണ്. ബാലൻസിങ് ആയി. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് അപ്പു. അപ്പൂസിന് വലിയൊരു താങ്ക് യു, എനിക്ക് ഇത്രയും എൻ്റെ ഒരു ഡേ മോർ ബ്യൂട്ടിഫുൾ ആക്കി തന്നതിന്. ആൻഡ് ലതികാന്റി, എത്ര നാളുകൾക്ക് ശേഷം നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നു. ഞാൻ അന്ന് കണ്ടുന്ന പോലെ തന്നെ ദ സ്വീറ്റ് ബ്യൂട്ടിഫുൾ ലേഡി അങ്ങനെ തന്നെ ഇരിക്കുന്നു. അതെ അതെ, തീർച്ചയായും നിനക്കും അതേപോലെ തന്നെ എനിക്ക് പറയാനുണ്ട്. കാരണം ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നീ ഇപ്പൊ വരുമ്പം പറഞ്ഞു, നീ വരുന്നുള്ള പറഞ്ഞതുകൊണ്ട് എനിക്കല്ലല്ലോ സർപ്രൈസ്, ഞാൻ പറഞ്ഞ പോലെ നിനക്കാണ് സർപ്രൈസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഐ വാസ് വെയിറ്റിംഗ് ടു സീ യു കേട്ടോ. അത് കണ്ടതിൽ വലിയ സന്തോഷം. നിന്നെ കല്യാണ പെണ്ണായിട്ട് കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല. പിന്നെ കണ്ടത് ഈ പ്രോഗ്രാമിലേ കണ്ടുള്ളൂ. അതെ, ഇനി ഞാൻ തിരുവനന്തപുരം വരുമ്പോ അച്ഛനമ്മ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വന്നിരിക്കും. അമ്മയും ഞാനോട് പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക ബ്രേക്കിൽ നീ ഇത് ചെയ്യുമ്പോൾ. അപ്പൊ അമ്മയോടും അച്ഛനോടും എല്ലാവരുടെ അടുത്തും അന്വേഷണം പറയാം. അതുപോലെ എല്ലാവർക്കും, നിനക്കും നിഖിലിനും മൂക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞങ്ങൾ വീണ്ടും ഇനി ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറയട്ടെ. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.